ആ ആരത്? കൊറേല് കണ്ടിട്ട്. ഇരിക്ക്. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? അവള് പോയാ പിന്നെ ആകെ ഒരു മടുപ്പായി. ഇത് നമ്മള് ഗ്ലോബലല്ലേ? അതെ, അവിടുന്ന് തന്നെ സാധനങ്ങളൊക്കെ എടുക്കാറ്. അതെ, അവിടെ ടൈൽസ് മാത്രമല്ല, ഇലക്ട്രിക്സ് ആയാലും പ്ലംബിംഗ് ആയാലും സാനിറ്ററി ആയാലും എല്ലാ ഐറ്റം ഉണ്ട്. നല്ല പ്രീമിയം ക്വാളിറ്റി കിട്ടുന്ന ഏക സ്ഥാപനം അതാണ് നമ്മുടെ ഗ്ലോബലി. പോരാത്തതിന് അവിടെ നല്ല ഡിസൈനും ഉണ്ട്. ഇപ്പൊ നല്ല ഓഫറും ഉണ്ട്. ആരത്? എന്തെന്നെ? നല്ലതന്നെ, സുഖമായിട്ടിരിക്കണ്. കല്യാണല്ലേ? ഞാൻ കല്യാണ ക്ഷണിക്കാൻ വന്നാണ്. രണ്ടാളും വരണം, എന്തായാലും വരണോട്ടാ, മറക്കരുത്. എന്തായാലും ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഞാൻ ചായ എടുക്കാം. പിന്നെ ഒരു കാര്യം, അവള് നാട്ടിലെത്തിയിട്ടുണ്ട്. ചേട്ടൻ അന്വേഷിച്ചു, നമ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ചേട്ടന് തരാം, വിളിച്ചു നോക്കി നോക്ക്. നമ്പർ ഉണ്ടാ? നമ്പർ 946676. ചായ കുടിക്കാം. ഇതാ. അല്ല, ആരെ വിളിച്ച്? അതെ, ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? ഇത് അച്ഛൻ്റെ ഒരു പഴയൊരു ലൈനാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു തരാം. അച്ഛൻ പണ്ട് ടൈലറിങ് ഷോപ്പ് ഇട്ട സമയത്തുണ്ടായ ഒരു പ്രണയമാണ്. എന്തായി മോനെ, എന്റെ ഷർട്ട് എന്തായി? ഗോപിട്ട എല്ലാം റെഡി ആണ്. എത്ര? 20 രൂപ. ശരി. ചേട്ടാ, ദേവിക ടാക്കീസിൽ പുതിയ പടം കളിക്കുന്നുണ്ട്, പോയാലോ? അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ടി വരൂല്ലേ? ഓക്കെ. ഇതെവിടുന്നാ? പ്രാഞ്ചന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. ഇതാർക്ക് കൊടുക്കാനാ? ഇതാർക്ക് കൊടുക്കാൻ? ഞാൻ അതാർക്ക് കൊടുക്കാനാ? ഇത് കൊടുക്കാൻ പറ്റിയ ഒരാള് എൻ്റെ അടുത്തുണ്ട്. ചേട്ടൻ വൈകിട്ട് പോകുമ്പോൾ രാജേട്ടൻ്റെ ബാക്കിലോട്ട് ഒന്ന് നോക്കി നോക്കും. ഞാൻ ആ കട വരെ ഒന്ന് പോയിട്ട് വരാം. നീ ഒന്നും പറയണ്ട. ഇന്നലെ നന്നായി കളിച്ചോണ്ടാണ് ഞങ്ങൾ ജയിച്ചത്. ശരി, നീ ഇനി മിണ്ടണ്ട, പോയായിരുന്നു. അരികിൽ നീ ഉണ്ടാകുമ്പോൾ മിഴികൾ എന്നിൽ അണയുമ്പോൾ, അരികിൽ നീ ഉണ്ടാകുമ്പോൾ മിഴികൾ എന്നിൽ അണയുമ്പോൾ, അറിയാതെ കണ്ണുകൾ തേടുന്നു ഒരു നേരമെങ്കിലും. നീ അവനും തമ്മിൽ എന്താ? പറഞ്ഞോ, ഞാൻ എല്ലാം അറിഞ്ഞു. എനിക്ക് അവന് ഇഷ്ടമാണ്. ഇത് നടക്കില്ല. ഞാൻ അവനെ കിട്ടുള്ളൂ. ചേട്ടാ, തല്ലിയിട്ടൊന്നും കാര്യമില്ല. ഒറ്റ വഴിയേ ഉള്ളൂ.
അല്ല അല്ല അപ്പോൾ അവളോ? അവളെ വീട്ടിൽ പ്രശ്നമായി. ഇനി അവളെ പഠിക്കാനൊന്നും വിടില്ല എന്ന് പറയണേ. ദാവൻ വരുന്നുണ്ട്, നീ ചെല്ല്. നീ വന്നേ. എന്താടാ, എന്താ കാര്യം? ഞാൻ ചോദിക്കട്ടെ, ആ. എന്താ നിന്റെ ഉദ്ദേശം? എന്താ? എല്ലാം ഞങ്ങൾ അറിഞ്ഞു. തമാശക്കാണെങ്കിൽ മോനെ ഇതിവിടെ വിട്ടോ. തമാശക്കായിട്ടല്ല ഞാൻ സ്നേഹിച്ചത്. നിന്നെ ചെറുപ്പം മുതൽ അറിയണതല്ലേ, ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ കെട്ടുന്നെങ്കിൽ ഇപ്പം തന്നെ കെട്ടണം. നീ ആലോചിച്ചിട്ട് തീരുമാനം പറ. എന്താ ഇവിടെ? ഒന്ന് കാണാൻ തോന്നി, അതാ വന്നേ. ഞാൻ നാളെ പോവാ. ഇല്ല, ഞാൻ പോവാ. ശരി. അപ്പം ഇനി തിരിച്ചു വരില്ലേ? അല്ലടോ, എന്താ നിന്റെ പ്രശ്നം? നിനക്കറിയണല്ലേ വീട്ടിലെ അവസ്ഥ. ഏട്ടന്മാരിക്കുമ്പോൾ ഞാനിങ്ങനെയാ. പിന്നെ അത് പഠിപ്പും വിവരമുള്ള കുട്ടിയല്ലേ, ശരിയാവില്ല. അത് ശരി, അച്ഛൻ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ചില കാര്യങ്ങൾ അങ്ങനെയാ, ചില തന്നിൽ ഒതുങ്ങാനുള്ളതാ. അത് വല്ലപ്പോഴും ഓർക്കാനുള്ളത് മാത്രമായിരിക്കണം.